അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയൊരു വ്ളോഗും കൂടി, ഒരു വീഡിയോയും കൂടി. രൂപത്തിലും ഭാവത്തിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇന്ന് അരുൺ രാജിൻ്റെ, നിങ്ങളുടെ എല്ലാം അരുണേട്ടൻ്റെ ഞങ്ങളുടെ ഓഫീസിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ് സുഹൃത്തുക്കളെ. നമ്മുടെ ചാനലിൻ്റെ ഉയർച്ചയിലല്ല, ഒന്ന് പൊങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അതെ നമ്മുടെ ചാനലിൻ്റെ വ്യൂസിനകത്ത് വരുന്ന ഇപ്പം ഇൻസ്റ്റയിൽ 100-something ഫോളോവേഴ്സ്, ആ 100-something ഫോളോവേഴ്സിനും അതെ അറിയാതെ 100 പേരും കൊണ്ടുവന്ന ഹരിചേട്ടനാണ്. അപ്പോൾ ഹരിചേട്ടൻ്റെ സെൻഡ് ഓഫ് ഡേയിൽ നമ്മളൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ അത് വെറും അങ്ങേയറ്റം മ്ലേച്ഛകരമായ പ്രവൃത്തിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പനിയായിട്ട് കൂടി ഞാൻ ഈ വ്ളോഗ് ഇടുകയാണ്. ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് നടക്കുന്നു തോന്നുന്നില്ല, ഒരു വ്ളോഗായിട്ട് തന്നെ നടക്കേണ്ടി വരും. പറഞ്ഞു മുംതാസ് ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോ ആയിരിക്കും, ലോങ് വീഡിയോ ആയിരിക്കും. അതെ, ബിൽഡിങ് ഫുള്ളായിട്ട് ഞാൻ ചെയ്യും മിക്കവാറും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത്ര സുഖമൊന്നുമല്ല. കുറേ നശിച്ച ദിവസങ്ങളായിരുന്നു ലാസ്റ്റ് വീഡിയോ തൊട്ട് ഇങ്ങോട്ട്. അതെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് വലിയ ഓരോരോ പിന്നാമ്പുറ കാഴ്ചകൾ കാണാം നമുക്ക്. പറയുമായിരിക്കും രാജ്. 1.25 വർഷത്തെ ജൈത്രയാത്ര, ഗോശ്രീ ഫിനാൻസിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും താങ്കൾ കൊടുത്ത കൈത്താങ്ങുകൾ, അതിനെപ്പറ്റി പറയും. 1.5 വർഷത്തെ ജൈത്രയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഗോശ്രീ ഫാമിലിയെ വിട്ട് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നു. ഒരുപാട് വിഷമമുണ്ട് നിങ്ങളെല്ലാം വിട്ട് പോകുന്നതിൽ. എന്ത് ചെയ്യാൻ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിന്റെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഇത് അരുൺ ചേട്ടന്റെ ട്രെയിനിങ് പോയിന്റ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് ഇനി ഉയർച്ചയിലേക്ക്. നമ്മുടെ അരുൺ രാജിന്റെ ഓഫീസിലെ ഫൈനൽ ഡേ ആണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെല്ലാം നമ്മുടെ അപ്പുറത്തെ ഓഫീസിലെ ആൾക്കാരാണ്. 2 വാക്ക്. സ്നേഹരാജ് പറയും. സ്നേഹരാജ് അരുൺ രാജിന്റെ വിടവാങ്ങലിനെ പറ്റി. തീർത്തും അപ്രതീക്ഷിതമായ ഒരു പോക്ക്. കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ ഇത്ര അഭിനയിക്കാൻ പറഞ്ഞില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി കരഞ്ഞ് ക്ഷീണിച്ചോണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതെ, ഇനി ഷെയ്ഖ് അബ്ദുള്ള. അരുൺ രാജ് നീണ്ട 1.25 വർഷത്തെ സേവനത്തിന് ശേഷം ഗോശ്രയിൽ നിന്ന് വേർപിരിയാണ്. സാർ ഇമോഷണൽ ആവല്ലേ സാർ. നമുക്കെല്ലാം മനസ്സിലാവും സാറിന്റെ ബുദ്ധിമുട്ട്, പക്ഷെ ഇമോഷണൽ ആവരുത്. അരുചേട്ടൻ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് സാറ് ഇങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. ഇത് പലരുടെയും റിവ്യൂകൾ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. തീർത്തും അപ്രതീക്ഷിതമായിട്ട് മാനേജറുടെ ഒരു റിവ്യൂ എനിക്ക് കിട്ടി. അപ്പോൾ അത് മെയിൻ സാധനമായിരുന്നു. ഹരിചേട്ടൻ വരെ കിട്ടി. ആരും വിളിക്കാം. നമ്മളിനി അടുത്ത ഈ ഫ്ലോറിൽ ഇഷ്ടംമാതിരി ഓഫീസുണ്ട്. ഇത് മഹേന്ദ്രയുടേത്, ഇത് IBS, ഇത് ലിങ്ക് ഫോർ ലോൺസ്, അത് നമ്മുടെ ഓഫീസ്. അതിൻ്റെ അപ്പുറത്തെ ആപ്പിൾഡൈഡ് ഓഫീസ്, പിന്നെ യുണൈറ്റഡ്, സുന്ദരം, ബജാജ് അലയൻസ്, റിലയൻസ്, അങ്ങനെ കുറേ ഓഫീസുണ്ട്. ഇപ്പം നമ്മൾ മഹേന്ദ്രയിലോട്ടൊന്ന്, അതെ മഹേന്ദ്രയുടെ നെടുന്തൂൺ ഷിബിൻ ചേട്ടൻ ഇപ്പം വരും. അരുൺ ചേട്ടനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഷിബിൻ ചേട്ടൻ പറ. ഇന്ന് അരുൺ രാജിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇവിടുത്തെ. അപ്പോൾ അരുൺ ചേട്ടനെ പറ്റി 2 വാക്ക്. ഇതെല്ലാം പെയ്യണ. ഞാൻ രാത്രിയിൽ ഇതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനം. ഓക്കെ, അങ്ങനെ മഹേന്ദ്രയുടെ റിവ്യൂ കഴിഞ്ഞു. ഇത് നമുക്ക് അടുത്ത ഓഫീസിലോട്ട് പോവാം. മിസ്റ്റർ അഭിജിത്ത് ഹായ് ഹായ്. ഇത് നമ്മുടെ വീഡിയോക്കകത്ത് പുതിയ അതിഥിയാണ് അഭിജിത്ത്. ഇതിനു മുമ്പ് വന്നിട്ടില്ല. അഭിജിത്ത് ന്യൂ ജോയിൻ ചെയ്യുക സ്നേഹയുടെയൊക്കെ ഓഫീസിൽ. സ്നേഹയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അഭിജിത്ത്. നമ്മുടെ നാട്ടുകാരനും കൂടെ. തൃക്കുന്നപ്പുഴ അടുത്തൊക്കെ വീട്. തൃക്കുന്നപ്പുഴ അല്ല, നമ്മുടെ വീടിൻ്റെ അടുത്താണ്. തൃക്കുന്നപ്പുഴയില വീട്, ബിവറേജസിൻ്റെ അടുത്ത്. ദാറ്റ്സ് ദ ഹൈലൈറ്റ്.
അയ്യോ അരുൺചേട്ടൻ ഇന്ന് പോവാ. ചുരുക്കം ദിവസത്തെ പരിചയമുള്ളു. അരുൺചേട്ടനെ പറ്റി 2 വാക്ക് പറ. നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എടാ മരിച്ചതല്ല ഉള്ളി. അരുൺചേട്ടനെ പറ്റിയായിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് എന്തോ അരുൺചേട്ടൻ പുറത്ത് ഉടഞ്ഞു നിപ്പുണ്ട്, കണ്ടില്ലായിരുന്നോ? ഉച്ചക്ക് ശരിയാ. ഉച്ചക്ക് അരുൺചേട്ടൻ്റെ ആകെ ബ്രോസ്റ്റഡ് ആകെ. അതേ ബർത്ത്ഡേക്ക് ഇത്. പക്ഷെ റോസ്റ്റഡായിട്ട് അരുൺചേട്ടന് അഗാധമായ കണക്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് മാരകമായ അസുഖമാണ്. കൊളസ്ട്രോള് മാരകമായിട്ടുള്ള അസുഖമില്ലേ? ഇല്ലടി വേണ്ടോ? എന്തായാലും നമ്മള് കുറച്ച് അരുൺചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ബ്രോസ്റ്റഡ് കഴിക്കും. കൊളസ്ട്രോൾ ആണെങ്കിൽ അരുൺചേട്ടന്റെ സന്തോഷമാണ്. അതെ സ്നേഹ ഒരു പീസ് കഴിക്കാൻ നടക്കും. അതെ അരുൺചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ കൊളസ്ട്രോൾ വരെ ഞാൻ ത്യജിക്കാൻ തയ്യാറാണ്. അരുൺചേട്ടൻ ദ റിയൽ ഓജി. ഓജി. ഇന്ന് അരുൺരാജിന്റെ ഗ്രോസറിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ്. ഇതുവരെയുള്ള അരുൺരാജിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അരുൺരാജുമായിട്ടുള്ള മൊമെന്റ്സും എന്തെങ്കിലും 2 വാക്ക്. ഓരോ നിമിഷവും ആസ്വാദികരമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഹാപ്പിനെസ് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അരുൺ രാജ്. കാരണം എപ്പോഴും വൈബാണ്, പ്രത്യേക ഒരു വൈബാണ് അദ്ദേഹത്തിന്. പിന്നെ അരുൺ രാജിനെ പറ്റി പറയുകയാണെങ്കിൽ ജോലിക്കാര്യം പിന്നെ ഒന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം അരുൺ രാജിൻ്റെ ഒരു ജോലിയിലെ ആത്മാർത്ഥത. അതാണ്. അപ്പോൾ ഈ വൈകിയ വേളയിൽ അദ്ദേഹം നമ്മളെ താൽക്കാലികമായി നമ്മളെ വിട്ട് പിരിയുന്ന ഈ അവസരത്തിൽ നല്ലത് മാത്രമേ അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളൂ, ഓർമ്മിക്കാനും. പിന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ദോശ മേടിച്ച് തന്നതും ചായ മേടിച്ച് തന്നതും ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ചോറ് മേടിക്കാൻ നമ്മളെ വിട്ടതും അങ്ങനെയുള്ള പണികൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കുകയാണ് ഈ വേളയിൽ ഞാൻ കായംകുളത്തിന്റെ സർവ്വ ഇടവഴികളും അറിയാവുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പണക്കാരായ പ്രഗത്ഭരായ സുഹൃത്തുക്കളുള്ള ഒരു ആളും കൂടെയാണ് റിയൽ ഓജി എന്ന് വേണം പറയാൻ. പിന്നെ നമുക്ക് സാമ്പത്തിക എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു 1000, 2000 ഒക്കെ ആവശ്യമുണ്ട്. അരുൺരാജിനെ വിളിച്ചു കഴിഞ്ഞാൽ അരുൺരാജ് ഉടനടി നമ്മളെ സഹായിക്കാറുണ്ട്. അല്ല ചോദിക്കാത്തോണ്ടായിരിക്കും തരാം. പക്ഷെ എന്നെ സഹായിച്ചത് ഞാൻ വന്ന ചുരുക്കം ഒരു നാളില് എനിക്കൊരു ആവശ്യം വന്ന് ആ വേളയിൽ അരുൺരാജിന്റെ ആ വലിയ മനസ്സിൽ ചോദിക്കുക പോലും ചെയ്തില്ല. എന്റെ അടുത്ത് വന്ന് നിന്ന് പൈസ വേണോ? പൈസ നമുക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് പൈസ വേണോന്ന് ചോദിച്ചിട്ട് പൈസ. അതെ അതൊരു തികഞ്ഞ ഒരു സുഹൃത്തിനെ സാധിക്കത്തുള്ളൂ അല്ലേ? കൃത്യം ദിവസം പറയും, ആ ദിവസം പൈസ. കാരണം അടുത്ത ആളെ നമുക്ക് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തേക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് പൈസ കൊടുക്കാറുണ്ട്. ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കൃത്യം ഡേറ്റിന് സംഭവിച്ചാലാണ്. അരുൺരാജിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹം വിദേശത്ത് പോയി എന്തോ പഠിക്കാനോ ജോലിക്കാനോ പോ അദ്ദേഹം ഒരു വലിയ കോടീശ്വരനായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരം. വിദേശ രാജ്യവും കുറച്ചുകൂടെ വികസിക്കട്ടെ അല്ലേ? അതെ അവരും അനുഭവിക്കണം. അതെ അരുൺരാജിനെ കൊണ്ട് പാൻ UAE ആവട്ടെ അരുൺരാജ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. അരുൺരാജിന്റെ ഫുഡ് ലഞ്ച്. എനിക്ക് കൊളസ്ട്രോൾ ആയതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് ഒന്നുമില്ല, ഫുള്ള് വ്യായാമമാണ്. ഇനി സ്റ്റെപ്പുകൾ കയറി ഇറങ്ങത്തേ ഉള്ളൂ ഞാൻ. ഇവിടെ എത്തേണ്ട സമയമായല്ലോ. എത്തി ഗൈസ്, അവരെല്ലാവരും എത്തി. നിങ്ങളെ കുറച്ച് നമ്മളെല്ലാവരും ഫുഡ് മുടങ്ങാൻ വേണ്ടി പോവാ. സാദിരാജിന് ട്രെയിനിങ് ആയതുകൊണ്ട് ഇന്ന് സാദിരാജില്ല. വണ്ടി 2 വീലർ എടുക്കണ്ടേ മറന്നു. നമുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഗംഭീര ട്രീറ്റ് നടക്കുമ്പോഴും സ്വന്തം ഭാര്യ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കുന്നത്. അതെ ഭാര്യയോടുള്ള സ്നേഹം മൂലം അല്ലാണ്ടോ?
ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. സ്നേഹമുണ്ട്, മമ്മ ഉണ്ട്, കരിഞ്ചേട്ടനുണ്ട്, നമ്മുടെ ഇതാണ് ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ. പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നും എളിയ ഒരു മനുഷ്യനാണ്, സിമ്പിളാണ് സാർ. ഇത് അവിടെ സ്വന്തം ലാൽജിത്ത്, ഇത് അവിടെ പുതിയ പയ്യൻ അഭിജിത്ത്, ഇത് ജാതിയുടെ സ്വന്തം ഇതല്ലേ. എല്ലാവരും ബ്രോസ്റ്റഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് സുഹൃത്തുക്കളെ. സാധനം ഇട്ടതേ ഉള്ളൂ. അരുൺരാജ് നമ്മളുടെ പറഞ്ഞ ഓൾറെഡി സാധനം ആയിരുന്നു, പക്ഷെ അരുൺരാജിനെ ഇവർ പറ്റിച്ച് സാധനം ഇട്ടതേ ഉള്ളൂ. സാധനം വെന്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ലാൽജിത്തിന്റെ ഫ്രൈഡ് റൈസ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. ഗംഭീര കളക്ഷനോടുകൂടി ലാൽജിത്തിന്റെ ഫ്രൈഡ് റൈസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക ചേച്ചിക്ക് ബിഗ് ഷൗട്ട് ഔട്ട് ഫോർ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് എല്ലാം അടിപൊളിയില്ലായിരുന്നു നമ്മളെ അല്ലേ? ഫ്രൈഡ് റൈസ് ഉള്ളായിരുന്നു, സൂപ്പറായിരുന്നു. ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഫ്രൈഡ് റൈസ് ഇവിടെ മെഗാ ഹിറ്റാണ്. ഒരാളുടെ കാത്തിരിപ്പിനൊടുവിൽ അതെത്തി, അതിനെത്തി. കുറച്ചുകൂടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഭാഗത്ത്. ഫ്രൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കും. ഓ ഇത് മറ്റില്ല, ബീഫ് കറി. നമ്മുടെ എന്താ ചപ്പാത്തി കടയിലെ കായംകുളത്തുകാർക്ക് അറിയായിരിക്കും. ആ ചപ്പാത്തി കടയിലെ ബീഫ് കറിയാണ്. അതെ, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. കഴിച്ചോണ്ട് ബാക്കി സംസാരിക്കാം. അങ്ങനെ ഉത്സവം കഴിഞ്ഞ ആളൊഴിഞ്ഞ പറമ്പ് പോലെ കുറെ പ്ലേറ്റുകളും കുറച്ച് എല്ലുകളും പിന്നെ സ്വാധീനിച്ചു. രണ്ട് വാക്ക് പറഞ്ഞു. നന്മന്റെ വിളവാങ്ങലിനെ പറ്റി, അതായത് ഗോശ്രീയിൽ നിന്നുള്ള ഫോക്കിനെ പറ്റി രണ്ട് വാക്ക്. പെപ്സിയൊക്കെ തന്നെ രണ്ട് വാക്ക് പറയാൻ. ഗോശ്രീ ഫിനാൻസിനെ സംബന്ധിച്ച് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്ത സ്റ്റാഫാണ് എൻ്റെ അരുൺരാജ്. എൻ്റെ സത്യമാണ്. അതെ, കാരണം തകർന്നുകൊണ്ടിരുന്ന ബ്രാഞ്ചിനെ ഭൂരിഭാഗം എന്ന നിലയിൽ നിന്ന് ലാൽജിത്തിനെയും ശരിക്കും പറഞ്ഞാൽ കരകയറ്റി ഉയർത്തിയത് അതെ, ലാൽജിത്താണ്. കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയ ലാൽജിത്തിന് 5 വർഷത്തേക്കുള്ള കളക്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്ത് ജോലി സ്ഥിരമാക്കി കൊടുത്ത്. കാരണം അവന് സെയിൽസ് മാത്രമായിരുന്നില്ല അരുൺരാജ്, കളക്ഷനിൽ പോലും അരുൺരാജിന്റെ കണ്ണുകളും കൈകളും എത്തുന്നുണ്ടായിരുന്നു അല്ലേ? പിന്നെ കൈയും കയ്യിലും ഒക്കെ ഇങ്ങോട്ട് ബ്രാഞ്ച് തേടിയാ വന്നത്. അവനുണ്ടോ അവിടെ? അരുണുണ്ടോ? അതുകൊണ്ട് ഗോശ്രീ വിട്ടു പോകുന്ന എൻ്റെ നന്മന് പെപ്സി കുടിച്ച അഭിവാദ്യങ്ങൾ. യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാരും വളരെ ക്ഷീണിതരായിട്ട് കറങ്ങുന്നു. ഇനി അടുത്ത എന്താ പരിപാടി? ഇനി നമ്മൾ ഓഫീസിൽ പോകുന്നു, കുറച്ചു നേരം വർക്കൊക്കെ ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിരിയുന്നു. വേറെ നമുക്ക് മാത്രമല്ല അരുൺരാജിന്റെ ട്രീറ്റ്. ഏത് ഏരിയ ഫുള്ള് ഇന്ന് തകർക്കുമെന്ന്. മഹേന്ദ്ര കൊടുക്കുകയാണെങ്കിൽ അരുൺരാജ് 2 മാസം കൂടെ നിൽക്കണം, ശമ്പളം ഉണ്ടാക്കണം. മഹേന്ദ്ര കുറച്ച് ഇച്ചിരി വലിയ ഫാമിലിയാണ്. അതെ, ചെറിയ ചെറിയ ഫാമിലികൾക്ക് അരുൺരാജ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെ 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 അതെ. എന്നും അരുൺരാജിന് താങ്ങും തണലും AC യുമായിട്ട് നിന്ന ലിംഗെന്ന സ്ഥാപനം. സുധീഷ് ചേട്ടനെ 2 വാക്ക്, അരുൺരാജിനെ പറ്റി 2 വാക്ക്. ഞങ്ങൾ വ്ളോഗേഴ്സ് എത്തിയിരിക്കുകയാണ്. അത്രേ പറയാനുള്ളൂ ഒരു ചേട്ടനെന്ന നിലയിൽ. മിഷൻ അക്കംപ്ലിഷ്ഡ് ഗൈസ്. ഇനി ബാക്ക് ടു വർക്ക്. ഈ ദിവസത്തിന്റെ സമാപന സമയമൊക്കെ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
സമാപനം എന്ന് വെച്ച് ഇന്നത്തെ ദിവസത്തിന്റെ ഇത് ചെവി കേൾക്കത്തില്ല. നിന്നതൊക്കെ ഞാൻ പറഞ്ഞ് നീ വാ തുറന്ന് വെച്ച് കേൾക്കണമെന്ന്. ആ നീ ചെവി കൊണ്ടല്ല കേൾക്കുന്നതെന്നല്ലേ നീ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ തീരാ പോകുകയാണ് സുഹൃത്തുക്കളെ. ഹരിച്ചേട്ടന്റെ അവസാനമായിട്ട് പാട്ട് കോപ്പി റൈറ്റ് കിട്ടും. മുമ്പ് നമുക്ക് കോപ്പി റൈറ്റ് തരും. സോ നമ്മളെ പാട്ടൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യത്തില്ല. പിന്നെ പിന്നെ എന്താണ് അരിഞ്ചാച്ച് പറ അരിഞ്ചാച്ച്. അതിന് കുറച്ച് സമയമുള്ളൂ. ഇനി സാധനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന അത് ID കാർഡ് കൂടെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ദൃശ്യം 4K ദൃശ്യമികവോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും സുഹൃത്തുക്കളെ. അതെ, ഈ വ്ളോഗ് മെമ്മറിക്ക് വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് സുഹൃത്തുക്കൾ. ഇനി ഇതും കൂടെ ഉള്ളു.